തീർച്ചയായിട്ടും ഞാനൊരു കുറേ 30 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് നാട്ടിൽ തുടങ്ങിയിട്ട് മിഡിൽ ഈസ്റ്റ് ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ മലയാളിയും പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഭക്ഷണശാല തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അങ്ങനെയാണ് വേൾഡ് കപ്പ് ടൈമിൽ ഖത്തറിലേക്ക് വരികയും പിന്നീട് ദുബൈയിലും ബഹ്റിനിലും ഒമാൻ, സൗദി, കുവൈറ്റ് ഒക്കെ പല പല പ്രൊജക്റ്റുകൾ ഇങ്ങനെ വന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ രാജ്യമായിട്ട് ബഹ്റിൻ വരുന്നത്. അപ്പോൾ ബഹ്റിനിൽ തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുടെ അവിടുത്തെ ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ രുചി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഇതുപോലൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടത്തി ഇവിടുത്തെ ഗസ്റ്റുകളുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക്, ലോക്കലായിട്ടുള്ളവരുടെയും മലയാളികളുടെയും അതേപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ച് ഏകദേശം 300-400 ആൾക്കാർ 2-3 ദിവസം കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളൊരു ഫുഡ് ഫെസ്റ്റിവൽ ആദ്യം നടത്തുകയാണ് ചെയ്തത് ഈ ഒരു ഹോട്ടലിൽ, വിന്തം ഹോട്ടലിൽ. അപ്പോൾ തന്നെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. എന്താണ് ബഹ്റിനിലെ മലയാളികളുടെ ഒരു രുചി, അല്ലെങ്കിൽ 30-40 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു 20 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഫാമിലിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ 20 ഇയേഴ്സായിട്ട് ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിലായപ്പോലും പലതരം ഭക്ഷണം കഴിക്കുകയും അല്ല അതിൻ്റെ ആ ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് അവരുടെ രുചിഭേദങ്ങളൊക്കെ വലിയ മാറ്റമുണ്ട്. ദുബൈയിലെ രീതിയല്ല ബഹ്റിനിലെ രീതിയല്ല ഖത്തറിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലോക്കലായിട്ടൊരു സ്റ്റഡിയൊക്കെ നടത്തി അതിനുശേഷം 8 മാസത്തെ ഒരു പ്രിപ്പറേഷന് ശേഷമാണ് ഈ ഒരു പ്രൊജക്റ്റ് വരികയും വിന്തം ഹോട്ടൽ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഒരുപാട് ലോകത്തെ എമ്പാടുമുള്ള റെമഡ അല്ലെങ്കിൽ വിന്തം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ജുഫൈറിലുള്ള ഈ ഹോട്ടലിലേക്ക് ഒരു പ്രൊജക്റ്റായിട്ട് വരികയും അത് ജഷൻ ബൈ ഷെഫ് പിള്ള എന്നൊരു ബ്രാൻഡ് ചെയ്തിട്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കൂടായിരുന്നു. ജഷൻ എന്ന് വെച്ചാൽ ആഘോഷം എന്നാണ്. അപ്പം ഇന്ത്യക്കാരുടെ ഒരു ആഘോഷം എന്ന നിലയിൽ ഒരു 70% സൗത്ത് ഇന്ത്യൻ മെനുവും ഒരു 30% നോർത്ത് ഇന്ത്യൻ മെനു ആയിട്ട് കയറുന്നൊരു കൺസെപ്റ്റും ഒരു സ്പെഷ്യലി ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു മെനു ഒക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ ബഹ്റിനിലേക്ക് വന്നത്.